എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 15-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളായിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളായിക്കോട്ടെ വിദ്യാർത്ഥികൾക്ക് ഏത് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ 1-2 അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എടുക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മുഖ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്യുകയും ടെമ്പററി അഡ്മിഷൻ നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ കോഴ്സ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടി അഡ്മിഷൻ നേടുന്നവർക്ക് അതായത് പെർമനൻറ്റ് അഡ്മിഷനാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഉണ്ടായിരിക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്കൂളും കോഴ്സും മാറാനായിട്ട് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ അല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുക. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. ഇനി എങ്ങനെയാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 15-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലിങ്കുകളാണ് കാണാൻ പറ്റുക. ഒന്നാമത്തേത് കാൻഡിഡേറ്റ് ലോഗിൻ SWS ആണ്. ഇത് മെറിറ്റ് കോട്ട സീറ്റിലേക്കുള്ള ആ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആ ഒരു ലിങ്കാണ്. അതുപോലെ തന്നെ MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള ആ ഒരു ലിങ്കാണ്. അതുപോലെ തന്നെ ഈ ഒരു അതായത് സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ ഏതിലൊക്കെയാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്, ലോഗിൻ ആവുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത്, അതല്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ്, അതായത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതായത് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക. കാരണം സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 അലോട്ട്മെൻറ്റുകളൊന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നൽകുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നോ ചേഞ്ച് ഇൻ യുവർ ഹയർ ഓപ്ഷൻ, നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണോ, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ടഡ് ഇൻ യുവർ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് യുവർ അലോട്ട്മെൻറ്റിന് യുവർ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്, അത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ
ഫസ്റ്റിലോ സെക്കൻഡിലോ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റദ്ദായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻറ്റ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതേസമയം നിങ്ങൾ ആദ്യം ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ്, പിന്നീട് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് ആക്കുക. മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങി പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടി വരിക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥിക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അതിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻറ്റ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നാലും ഇഷ്ടപ്പെടാത്ത സ്കൂളായിരുന്നാലും നിങ്ങൾ ഉറപ്പായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സോ സ്കൂളോ തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയ ശേഷം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് ട്രാൻസ്ഫറായി സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.